മന്നത്ത് ആചാര്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തോർത്തെടുത്ത് ഒരു മകനെ പോലെ നിന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യം ലഭിച്ച ആളാണ് ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണനുടെ മകനെന്ന നിലയിൽ ഭയപ്പെടുന്നവനാണ് എന്ന് കരുതരുത്. തിരുവനന്തപുരത്ത് കുറച്ച് ആളുകൾ, തിരുവനന്തപുരത്തെ നായർ സമുദായത്തിൽപ്പെട്ടവരോട് ഞാൻ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും പറയാം, നിങ്ങൾ മന്നത്ത് ആചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക. ധർമ്മശാസ്താവിന് അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരണമന്ത്രങ്ങൾ ജപിച്ചു, അഭിമാനമായി നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിനും ഈ സമുദായത്തിന്റെ ആചാര്യനായ മന്നത്ത് ആചാര്യനും ആത്മാവിന് സഹിക്കാത്ത കാര്യമാണ്. അത് അഭിമാനക്ഷതമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ മന്നത്ത് ആചാര്യനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ഇറങ്ങണം, ഇറങ്ങി തന്നെ ആകണം, ഇറങ്ങാതിരിക്കരുത് ഒരു നായരും. ഈ ഒരു സമരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പല കാര്യങ്ങളും പറഞ്ഞു വരാം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ ചോദിച്ചു, എന്താണ് NSS, എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ് ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങാത്തത്. അല്ലാതെ NSSന് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSSന് ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ലോകം ഓടുകയാണ്. എന്താണ്? പുതിയൊരു യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു, IT പാർക്കുകൾ സ്ഥാപിക്കുന്നു, IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുന്നു, പഠിത്തം, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു, അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി. അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി-യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ഏറ്റവും നല്ല പദ്ധതി, മുന്നോക്ക വികസന കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പദ്ധതി തൂശനില. 3-4 സ്ത്രീകൾ ചേർന്ന് ഒരു ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയാം. അത് അവരെ ചെലവിൽ തുടങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ ധനലക്ഷ്മി ബാങ്ക് വരുമെന്നാണ്. ധനലക്ഷ്മി ബാങ്കിലേക്ക് ഞാൻ വരാം, ധനലക്ഷ്മി ബാങ്കിലേക്ക് വരാം. അതൊരു കഥയുണ്ട്, അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് മാധ്യമങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അറിയേണ്ട, മാധ്യമങ്ങളോട് ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, ഓരോ നായർ സമുദായമോ അല്ലാത്തവരും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവമാണത്. അങ്ങനെ നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്ത് ആചാര്യൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യനും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. അപ്പോൾ നിങ്ങൾ 43 പേർക്ക് ഒരു വീട്ടിൽ ജോലി കൊടുത്തു. അത് ഒരു IT പാർക്ക് തുടങ്ങുന്നതിന് വരെ ചായക്കട തുടങ്ങിക്കൊള്ളാൻ പറയുക. തിരുവനന്തപുരത്തെ പ്രമുഖ നായർ നേതാക്കന്മാരൊക്കെ ഇപ്പം ചായക്കട നടത്തുക, ഹോട്ടലിൽ നടത്തുക. മസാല ദോശയ്ക്ക് ഈയിടത്ത് ഒരു നേതാവ് പറഞ്ഞത് 5000 രൂപയാണ് ഗ്യാസിന് ഒരു ദിവസം കൂടിയിരിക്കുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കും? തുടങ്ങിയ ആൾ മിണ്ടുന്നില്ല, കേട്ടോണ്ട് ഉണ്ടായിരിക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റേ ആൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. ഏതാ ഈ 5000 നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ നാളെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തുനിന്നും പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും എടുത്ത് വിളികളയും. ആരെ എടുത്ത് ഈ ചായ പാല് വെച്ചിട്ട് കലം ഇങ്ങനെ കൈക്കലേക്ക് ഇങ്ങനെ വാങ്ങി വെക്കുന്നതൊക്കെ അങ്ങ് വാങ്ങി വെക്കല്ലോ. വല്ല നീതിബോധമുണ്ട്? വല്ല ജനാധിപത്യമുണ്ടോ ഇതിനകത്ത്? ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിനകത്ത് അടുത്തൂടെ പോയിട്ടുണ്ടോ? മന്നത്ത് ആചാര്യൻ ഇത് രൂപീകരിച്ചത്, ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ കമ്പനി ആക്ടിനെ പറ്റി ഇവിടെ TK നായർ സാർ ഇരിപ്പുണ്ട്. അദ്ദേഹം ഇതിനകത്തൊരു കേസ് കൊടുത്താണ്. അത് നിയമപരമായിട്ടില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞത് 89 തവണ കണ്ട് കേസ് മാറ്റി വെച്ചെന്ന. നമുക്ക് 89 പ്രാവശ്യം ഒരു കേസ് കോടതിയിൽ മാറ്റി വെപ്പിക്കുക. എന്നിട്ട് പറഞ്ഞ NSS വലിയ നേട്ടം കൈവരിച്ചു. NSSനെതിരെ ദുഷ്ടന്മാർ കേസ് കൊടുക്കുന്നു. ഇത് NSSനെതിരെ അല്ല, ഈ യോഗം NSSനെതിരാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരെങ്കിലും, ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധി സഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ല ഓടളക്കി വന്നതല്ല.